ഹലോ നമസ്കാരം. ഐ എം ഡോക്ടർ നിവിജ ഫ്രം ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ മൂന്നാർ. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന ഡിസീസിനെ കുറിച്ചായിരുന്നു. നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരു IBS പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മെഡിക്കേറ്റഡ് ഡയറ്റാണ്, അതായത് പാൽക്കഞ്ഞി. പേഷ്യൻ്റ് അഡ്മിറ്റ് ആയത് മുതൽ ഡിസ്ചാർജ് ആവുന്നത് വരെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കൊടുക്കുന്ന ഒരു ഫുഡാണ് പാൽക്കഞ്ഞി എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് മുത്തങ്ങ, ഇരട്ടിമധുരം, മല്ലി, ചുക്ക്, ദെൻ രാമച്ചൻ, ഇത്രയും ഹെർബ്സ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ പാൽക്കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്. ഇത്രയും ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ച് കഷായം ഉണ്ടാക്കി അതിനകത്തോട്ട് റൈസ് ആഡ് ചെയ്ത് വേവിച്ച് അതിനകത്തോട്ട് പാലും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാൽക്കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്. പാൽക്കഞ്ഞിയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് അഥവാ മെഡിസിൻസിനെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ ആദ്യം തന്നെ മുത്തങ്ങ, അതായത് സൈപ്രസ് റോട്ടുണ്ടസ്. ഈ സൈപ്രസ് റോട്ടുണ്ടസ് അഥവാ മുത്തങ്ങ ഇതിനെ പറയുന്നത് ഡിസീസ് റിമൂവർ എന്നാണ്. ഇത് പലതരം അസുഖങ്ങൾക്കും ഈ മുത്തങ്ങ ഉപയോഗിച്ചു വരുന്നുണ്ട്. And it also stimulates the digestive power and it solidifies the stools and it is antispasmodic in action. So it is good for IBS. Next one വന്നിട്ട് ഇരട്ടിമധുരം, അതായത് ഡിസറിസ ഗ്ലാബ്ര. ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഡ്രഗാണ് ഇരട്ടിമധുരം എന്ന് പറയുന്നത്. പലതരം അസുഖങ്ങൾക്കും ഈ ഒരു ഇരട്ടിമധുരം ഉപയോഗിച്ച് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഗുഡ് ഫോർ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസസ്. ഈ ഒരു ഹെർബിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാകുന്ന മ്യൂക്കസ് പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റൊമക്ക് ലൈനിങ്ങിന് ഇത് സൂത്തൻ ചെയ്യുകയും ചെയ്യുന്നു. മറ്റൊരു ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിലെ ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഈ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലോ അതുപോലെ സ്റ്റൊമക്കിലോ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻസിനൊക്കെ ഇത് ഹീൽ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ വന്നിട്ട് രാമച്ചം, അതായത് വെട്ടിവർ. ഇറ്റ് സ്പെസിഫൈസ് ദ പിത്തദോഷ. ഇത് പിത്തദോഷത്തെ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇതിന് സ്റ്റൊമക്കിക്കൽ ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് കാരണം ഇറ്റ് പ്രൊമോട്ട്സ് ദ അപ്പറ്റൈറ്റ് ആൻഡ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് ദ ഡൈജഷൻ. അതുപോലെ തന്നെ ഈ രാമച്ചത്തിൻ്റെ റൂട്ട്സ് ഒക്കെ കൂളിംഗ് ഇഫക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാകുന്ന ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻസോ എന്തെങ്കിലും ബേണിംഗ് സെൻസേഷനോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സിംറ്റംസ് വന്നാൽ ഇതിൻ്റെ ഒരു കൂളിംഗ് എഫക്റ്റ് കാരണം അത് പെട്ടെന്ന് തന്നെ അലവേറ്റ് ആവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ കൊറിയാണ്ടർ. കൊറിയാണ്ടർ എന്ന് പറയുന്നത് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഹെർബാണ് കൊറിയാണ്ടർ എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ കൊറിയാണ്ടർ ഉപയോഗിച്ച് വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡൈജഷൻ ആൻഡ് ഇത് നമ്മുടെ ഗട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്റ്റൊമക് ആസിഡ്സിൻ്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ IBSലുണ്ടാകുന്ന പല സിംറ്റംസിനും ഇത് നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ, അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനൽ ഗ്യാസ്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ IBSൽ വരുന്ന ലക്ഷണങ്ങൾക്കൊക്കെ ഒരുപാട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഹെർബാണ് കൊറിയാണ്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ചുക്ക് അഥവാ ഡ്രൈ ജിഞ്ചർ. ഈ ചുക്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആൻറ്റി ഓക്സിഡൻ്റ് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി. ഇത്രയും പ്രോപ്പർട്ടി കാരണം നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാകുന്ന അഥവാ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ടാകുന്ന പലതരം ബുദ്ധിമുട്ടുകളെയും ഇത് പെസിഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസസ് ദ ഗ്യാസ്, അതുപോലെ തന്നെ റെഡ്യൂസസ് ദ ഇൻഡൈജഷൻ, ബ്ലോട്ടിംഗ് ആൻഡ് ഇൻഡസ്റ്റൈനൽ ക്രാമ്പിംഗ്. ഇത്തരത്തിലുള്ള പല സിംറ്റംസിനെയും ഇത് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉള്ള ഹെർബ്സ് ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ പാൽക്കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആയുർവേദ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ പേഷ്യൻസിനും നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടി വരുന്നുമുണ്ട്. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ നമസ്കാരം.